الحمد لله رب العالمين. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على سيدنا محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومكروا ومكر الله والله خير الماكرين. إذ قال الله يا عيسى إني متوفيك ورافعك إلي ومطهرك من الذين كفروا وجاعل الذين اتبعوك فوق الذين كفروا إلى يوم القيامة ثم إلي مرجعكم فأحكم بينكم يوم فيما كنتم فيه تختلفون. صدق الله المولانا العظيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവുമായ എല്ലാ നിമിഷങ്ങളിലും തഖ്വയോടുകൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. മുമ്പൊരിക്കൽ ഒരു രാജാവുണ്ടായിരുന്നു. ഈ ലോകം മുഴുവൻ ഭരിക്കുന്നത് ഞാനാണ്, ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാനാണ് എന്ന് പറഞ്ഞു നടന്നിരുന്ന ഒരു രാജാവുണ്ടായിരുന്നു ഈ ലോകത്തിൽ. അദ്ദേഹത്തിന് അന്ധവിശ്വാസങ്ങളിലും രാജ്യകാര്യങ്ങളിൽ തീരുമാനമെടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പരിചാരകരായ, ഉപദേശകരായ ആളുകളിൽ നിന്നും ഉപദേശങ്ങൾ സ്വീകരിക്കുന്ന ഒരു സ്വഭാവവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഉപദേശകരിൽപ്പെട്ട ഒരാൾ പറയുകയാണ്, ഈ സമുദായത്തിൽ നിന്നുകൊണ്ട് തന്നെ നിന്റെ അധികാരം തീർക്കുന്ന ഒരു പുത്രൻ വരാനിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ, എന്നാൽ ഇനി ഇവിടെ ആൺകുട്ടികളായിട്ട് ഒരുത്തരും ജനിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചൊരു രാജാവുണ്ടായിരുന്നു. ഫിറഔൻ എന്നാണ് ആ രാജാവിന് നൽകപ്പെട്ടിട്ടുള്ള പേര്. ഇസ്രായേൽ സമുദായത്തിലുള്ള അതിൽ ജനിക്കുന്ന ഓരോ ആൺകുട്ടിയെയും തിരഞ്ഞുപിടിച്ച് കശാപ്പ് ചെയ്യുന്ന, ആൺകുട്ടികളെ ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് തീരുമാനമെടുത്തൊരു രാജാവായിരുന്നു അത്. അങ്ങനെ ഒരിക്കൽ ആസിയ ബീവിക്ക് തന്റെ കൊട്ടാരത്തിന്റെ നദിയിലൂടെ ഒഴുകി വരുന്ന ഒരു സുന്ദരനായ ഒരു ചെറിയൊരു കുഞ്ഞിനെ, ഒരാൺകുഞ്ഞിനെ ലഭിക്കുകയാണ്. പരിചാരകർ കൊണ്ടുകൊടുത്ത ആ ഒരു കുഞ്ഞിനെ വളർത്താനുള്ള ആഗ്രഹം ഫിറഔനിനോട് പറഞ്ഞപ്പോ ഫിറഔനിനും അറിയില്ലായിരുന്നു ഇത് ഇസ്രായേൽ വംശത്തിൽപ്പെട്ട
ഒരു കുഞ്ഞാണ് എന്ന്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസായെ ഫിർഔനിന്റെ കൊട്ടാരത്തിൽ വളർത്തിക്കൊണ്ടുവരികയും അവസാനം ചാവുകടലിൽ മുങ്ങി മരിക്കുമ്പോ ഫിർഔൻ തന്റെ പരിചാരകരുമായി ഓടി വരുമ്പോ മൂസ അലൈഹിസ്സലാം അതിനു മുമ്പേ ആ നദി രണ്ടായി പിളർന്ന്, അള്ളാഹുവിന്റെ അനുവാദത്തോടുകൂടി രണ്ടായി പിളർന്ന് ഇസ്രായേലരായിട്ടുള്ള ഓരോ വിശ്വാസികളെയും അദ്ദേഹത്തിന്റെ കൂടെ കൊണ്ട് നടന്ന ചെങ്കടൽ മുഴുവൻ കടന്നതിന് ശേഷം അതിനെ വീണ്ടും പഴയ സ്ഥിതിയിലേക്കാക്കി മാറ്റി അള്ളാഹു ആ ഫിർഔനിനെ വെള്ളം കുടിപ്പിച്ച് ശ്വാസം മുട്ടിച്ച് അവിടെ വെച്ച് മരിപ്പിക്കുകയും ആ മരണത്തിന് ശേഷം ഇന്നുവരെയും നിന്നെ ഈ ലോകത്തിന് അടയാളമായി കൊണ്ട് ഇവിടെ നിലനിർത്തുക തന്നെ ചെയ്യും എന്ന് അല്ലാഹു വാഗ്ദാനം ചെയ്യുകയും ഇന്നും ആളുകൾ നിരന്തരമായി യാത്രകൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ ആ അടയാളത്തെ കാണുവാൻ വേണ്ടി ഈജിപ്തിലെ പിരമിഡുകളിലേക്ക് നടന്നു പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറയുന്ന ഒരു വാക്യമുണ്ട്, വമകറു വമകറല്ലാഹ് വല്ലാഹു ഖൈറുൽ മാകിരീൻ. അവർ തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് അവരുടേതായ തന്ത്രങ്ങളുണ്ട്. അവർ തന്ത്രങ്ങൾ നിർമ്മിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. വമകറല്ലാഹ്, അള്ളാഹുവിൻ്റെതായ തന്ത്രങ്ങളുണ്ട്. വല്ലാഹു ഖൈറുൽ മാകിരീൻ, ഏറ്റവും നന്നായി തന്ത്രം മെനയുന്നവൻ അത് അള്ളാഹുവാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ സൂചിപ്പിച്ചു വെക്കുകയാണ്. സൂറത്തു ആലി ഇമ്രാനിൽ ഈ ആയത്ത് പറഞ്ഞതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന വിവരണം എന്ന് പറയുന്നത് ഈസാ അലൈഹിസ്സലാമിനെ കുറിച്ചാണ്. ആ ഒരു വിഷയത്തിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പ് നമ്മുടെ ഈ ഒരു അവസ്ഥയെ കുറിച്ച്, എന്തുകൊണ്ട് അള്ളാഹുവിന്റെ തന്ത്രങ്ങളെ കുറിച്ച് ഈ ലോകത്തുള്ള മുനാഫിക്കുകളായിട്ടുള്ള അതേപോലെ ഇസ്ലാമിന് ശത്രുക്കളായിട്ടുള്ള ആളുകൾ മെനയുന്ന തന്ത്രങ്ങളെ കുറിച്ച് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ഒരാഴ്ചയായിക്കൊണ്ട് ഇന്ത്യയിലെ ഓരോ മുസ്ലിമും, ഇന്ത്യയിലുള്ള ഓരോ മുസ്ലിമിന്റെയും മനസ്സിലൂടെ ഒരു വട്ടമെങ്കിലും പോയിട്ടുണ്ടാകും, ഏത് സന്ദർഭത്തിൽ വെച്ചിട്ടാണ് ഞാൻ ദേശദ്രോഹിയല്ല, മൈ നെയിം ഈസ് ഖാൻ ആൻഡ് ഐ ആം നോട്ട് എ ടെററിസ്റ്റ്, എന്റെ പേര് ഖാൻ എന്നാണ്, എന്നാൽ ഞാനൊരു തീവ്രവാദിയല്ല എന്ന് വീണ്ടും വീണ്ടും നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്ന ആ ഒരു സന്ദർഭം വന്നെത്തുന്നത്, എന്റെ ജീവിതത്തിൽ ആ സമയം വന്നെത്തുന്നത് എവിടെയാണ് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ചിന്ത ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, ഒരു ഇന്ത്യൻ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, ഒരു കശ്മീരിയെ സംബന്ധിച്ചിടത്തോളം നിരന്തരമായി നമ്മുടെ മനസ്സിനുള്ളിൽ വന്നുകൊണ്ടിരിക്കുന്ന സംഗതിയാണ്. ഏത് സന്ദർഭത്തിലാണ് ഞാൻ എന്റെ ദേശസ്നേഹത്തെ കുറിച്ച്, അല്ലെങ്കിൽ ഞാൻ ദേശദ്രോഹിയല്ല എന്ന് വിളിച്ചു പറയേണ്ട ഒരു സന്ദർഭം വരുന്നത് എന്നാണ് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ഓരോരുത്തരും വീണ്ടും വീണ്ടും ആലോചിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭങ്ങളിലൂടെയാണ് കഴിഞ്ഞ ഒരാഴ്ച ഇന്ത്യൻ മുസ്ലിമും കശ്മീരിയും കടന്നുപോയിട്ടുള്ളത് എന്നുള്ളത് വ്യക്തമാണ്. പഹൽഗാമിൽ വെടിവെച്ച് കൊല്ലപ്പെട്ടിട്ടുള്ള 26 മനുഷ്യ ശരീരങ്ങൾ, അതിനുത്തരവാദി ആരാണെങ്കിലും ശരി, അള്ളാഹുവിന്റെ കോടതിയിൽ അതിനു മറുപടിയില്ല. അള്ളാഹുവിന്റെ കോടതിയിൽ അതിന് ശിക്ഷ തീർച്ചയായും ലഭിക്കും എന്നുള്ളത് നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. ആരെയാണോ ഒരു മനുഷ്യൻ അന്യായമായി കൊലപ്പെടുത്തിയിട്ടുള്ളത് അവൻ അള്ളാഹുവിന്റെ അടുത്ത് പൊറുക്കലില്ല. അവൻ മനുഷ്യ സമൂഹത്തെ മുഴുവനായും കൊന്നതുപോലെയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർളി കഅന്നമാ ഖതല അന്നാസ ജമീഅ. ഇത് നമ്മുടെ വിശ്വാസമാണ്. അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ പ്രവാചകരെ നമുക്ക് പഠിപ്പിക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ പലപ്പോഴായി പല സന്ദർഭങ്ങളിലായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഒരു വ്യഭിചാരി വ്യഭിചരിക്കുന്ന സന്ദർഭത്തിൽ അയാൾ മുസ്ലിം അല്ല. ഒരു ഖാതിൽ
ഒരാളെ കൊല്ലുന്നുണ്ടെങ്കിൽ ആ സന്ദർഭത്തിൽ അയാൾ മുസ്ലിം അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യായമായിട്ട് ഒരാളെ കൊന്നുന്ന ആരാണെങ്കിലും ശരി, അയാൾ മുസ്ലിം ആയിരിക്കാൻ അർഹനായിട്ടുള്ളവനല്ല എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഈ ഒരു സന്ദർഭത്തെ ഇതേപോലെയുള്ള അല്ലെങ്കിൽ ഇതിനേക്കാൾ കഠിനകഠോരമായി കൊണ്ട് ജീവിതം കൊണ്ട് നയിക്കുന്ന, ഇന്നേ സന്ദർഭത്തിൽ ജീവിതം നയിക്കുന്ന ഗസയിലേക്ക് കൂടെ ഇതിനെ കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഗസ എന്ന് പറയുന്നത് ഒക്ടോബർ 7-ാം തീയതി ഒക്ടോബർ 7, 2023 തുടങ്ങി വെച്ചൊരു യുദ്ധമല്ല. ഒരുപാട് വർഷങ്ങളായിക്കൊണ്ട് ഈ ലോകത്തിന്റെ കണ്ണുകൾ പലപ്പോഴായി പാഞ്ഞെത്തിയിട്ടുള്ള രക്തക്കറയുള്ള ഒരു മണ്ണാണ് ഗസ. പക്ഷേ ആ ഗസ അല്ലെങ്കിൽ ആ ഫലസ്തീൻ എന്ന് പറയുന്ന ദേശം അതിന് നിലനിൽക്കാൻ അധികാരമില്ല എന്ന് പലപ്പോഴായി ഈ ലോകത്തിന്റെ പല കോണുകളിൽ നിന്ന് ഉയർന്നിട്ടുള്ള ആർപ്പുവിളികളെ കുറിച്ച് നമുക്കറിയാം. അവർക്ക് നിലനിൽപ്പിന് അധികാരമില്ല, കാരണം അവരുടെ കയ്യിൽ കല്ലുകളുണ്ട്, കാരണം അവരുടെ കയ്യിൽ ദീനുൽ ഇസ്ലാം ഉണ്ട്, വിശ്വാസമുണ്ട്, അല്ലാഹു ഉണ്ട്. ദീനുൽ ഇസ്ലാമിന്റെ യഥാർത്ഥത്തിലുള്ള ചിത്രം വരയ്ക്കുന്നത്, ഈ ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നത് ഈ പറഞ്ഞ കൂട്ടം മനുഷ്യരാണ്. അതുകൊണ്ട് അവർക്ക് ഒരു ദേശം നൽകാൻ സാധ്യമല്ല. ഈ ജെറൂസലേം അത് ഞങ്ങളുടെ അവകാശമാണ് എന്ന് പറഞ്ഞുകൊണ്ട്, ഈ ഖുദ്സ് എന്ന് പറയുന്നത് നിലനിൽക്കാൻ അധികാരമില്ലാത്ത ഒരു പള്ളിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ലോകത്തിന്റെ നെറുകയിലിരിക്കുന്ന, ഇതിനെ ഭരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന, അതിന്റെ എല്ലാ ആഢ്യതകളും കാട്ടിക്കൊണ്ടിരിക്കുന്ന രാജ്യങ്ങൾ വിളിച്ചു പറഞ്ഞ സന്ദർഭത്തിൽ ഒക്ടോബർ 7 ദ ഫ്ലഡ് ഓഫ് അക്സ, അക്സയുടെ വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടം ആളുകൾ ഗസയിൽ നടത്തിയിട്ടുള്ള പോരാട്ടത്തിന്റെ അലയൊലികളാണ് ഇന്നും ഈ ലോകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ അവർ യഹിയ സിൻവാർ എന്ന് പറയുന്ന ഹമാസിന്റെ വലിയൊരു നേതാവിനെ, ഏറ്റവും സെൻട്രൽ ആയിട്ടുള്ള ഒരു നേതാവിനെ അവർക്ക് വധിക്കാനുള്ള ഒരു അവസരം ലഭിക്കുകയാണ്. അങ്ങനെ അതിന്റെ ഡ്രോൺ ഫൂട്ടേജ്, അതിന്റെ ക്യാമറ ദൃശ്യങ്ങൾ ലോകത്താകപാടെ ഇസ്രായേൽ പരത്തിവിടുകയാണ്. കാരണം ഞങ്ങൾക്ക് യഹിയ സിൻവാറിനെ കണ്ടെത്താൻ കഴിഞ്ഞു, അദ്ദേഹത്തെ വധിക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ലോകത്തോട് അവർ വിളിച്ചു പറഞ്ഞപ്പോ അവര് മറന്നുപോയി. അവര് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്ന ഒരു സംഗതി ഉണ്ടായിരുന്നു. ഇതോടുകൂടി ഹമാസ് തീർന്നു, ഇതോടുകൂടി ഗസയുടെ പ്രതിഷേധങ്ങൾ അവസാനിക്കുകയാണ്, ഇതോടുകൂടെ ഈ ഫലസ്തീൻ ഞങ്ങളുടെ കൈകളിലേക്ക് വരികയാണ് എന്നൊക്കെ വിചാരിച്ച് വിശ്വസിച്ച് നടന്ന ഒരു കൂട്ടം ഭീകര മനുഷ്യന്മാരെ ഈ ലോകത്തിന്റെ മുമ്പിൽ അവരുടെ മുഖപടലങ്ങൾ, അവരുടെ മുഖംമൂടികൾ മുഴുവനായും കത്തിച്ചു കളഞ്ഞൊരു സന്ദർഭമായിരുന്നു യഹിയ സിൻവാറിനെ അവർ കൊന്ന ദൃശ്യങ്ങൾ എന്ന് പറയുന്നത്. അവസാനമായി അദ്ദേഹം എടുത്തെറിഞ്ഞ ആ വടിയെക്കുറിച്ച് സിൻവാറിന്റെ വടി എന്ന് ഇന്ന് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലും അതേപോലെ അറബി സാഹിത്യങ്ങളിലും നമ്മൾ കാണാൻ സാധിക്കും. ഇതൊരു പ്രത്യേകമായ ഒരു വാക്കായി വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അത്രത്തോളം ഒരു ദീർഘമായ ഒരു ഇമ്പാക്ട്, ഒരു ആഘാതം ഈ ലോകത്തിന്റെ കാഴ്ചപ്പാടുകളിൽ മാറ്റം വരുത്തിയിട്ടുള്ള മറ്റൊരു സന്ദർഭം ഈ അടുത്ത കാലത്ത് ഉണ്ടായിട്ടില്ല എന്ന് പറയാം. വെസ്റ്റ് എന്ന് പറയുന്ന എല്ലാ കാര്യങ്ങളുടെയും തലതൊട്ടപ്പന്മാരായിട്ടുള്ള സയൻസിന്റെ വിഷയങ്ങളിലാണെങ്കിലും ശരി, ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാലും ശരി, അതിനേക്കാളൊക്കെ ഉപരി മൊറാലിറ്റി, നീതി എന്ന് പറയുന്നതും ഒക്കെയും ഞങ്ങളുടെ ഔദാര്യത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത് എന്ന് പറയുന്നത് പോലെ നീതിയെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചും ഒക്കെ വാചാലരാകുന്ന ഈ വെസ്റ്റ് എന്ന് പറയുന്ന സംഗതിയുടെ അവരുടെ മൊറാലിറ്റി, അവരുടെ നൈതികത, അതിന്റെ ഒക്കെ പൊള്ളയായ ചിത്രങ്ങളെ കാണിച്ചു തന്നതായിരുന്നു ആ പറഞ്ഞ ആ സംഭവങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ ഒരുപാട് ആളുകൾ ഈ ഗസയുടെ സന്ദർഭത്തിലൂടെ, തൂഫാനുൽ അഖ്സയിലൂടെ ഈ ലോകത്ത് ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വമക്കറു വമക്കറല്ലാഹു വല്ലാഹു ഖൈറുൽ മാകിരീൻ.
ഇതുപോലൊരു മറ്റൊരു സന്ദർഭമാണ്. ഈ ലോകത്തിന്റെ മുഴുവൻ കാഴ്ചപ്പാടും, പടിഞ്ഞാറിനെ കുറിച്ചുള്ള മുഴുവൻ കാഴ്ചപ്പാടുകളും മാറ്റിയെടുത്ത ഗസയുടെ സന്ദർഭങ്ങൾ പോലെ, ഗസയിലുണ്ടായ സന്ദർഭങ്ങൾ പോലെ മറ്റൊരു സന്ദർഭം ഈ ലോകത്തിന് മുമ്പിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുകയാണ് പെഹൽഗാം എന്ന് പറയുന്ന സന്ദർഭത്തിലൂടെ. ഇന്ത്യയിലുള്ള പല കോണുകളിൽ നിന്നുകൊണ്ട്. അത് മാത്രമല്ല, പെഹൽഗാമിൽ ഏത് കൂട്ടം ആളുകളാണോ ഈ ടെററിസ്റ്റുകളെ കൊണ്ട്, തീവ്രവാദികളെ കൊണ്ട് മരിക്കപ്പെട്ടിട്ടുള്ളത്, അവരുടെ കുടുംബങ്ങൾ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എന്നെ കൊന്നിട്ടുള്ളത് ചിലപ്പോൾ ഒരു മുസ്ലിം ആയിരിക്കാം, പക്ഷേ എന്റെ കൂടെ നടന്നത്, എന്നെ സംരക്ഷിച്ചത്, എന്റെ ജീവനെ സംരക്ഷിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ ബലി കൊടുത്തത് അതൊക്കെയും മുസ്ലിങ്ങളായിരുന്നു. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ മുസ്ലിങ്ങളെ ഇങ്ങനെ വരക്ക് നിർത്തുക? എങ്ങനെയാണ് അവരെ ചോദ്യം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുക? അവരൊന്നും തീവ്രവാദികളല്ല എന്ന് വീണ്ടും വീണ്ടും പല കോണുകളിൽ നിന്നുകൊണ്ടായിക്കൊണ്ട്, പല സന്ദർഭങ്ങളിലായിക്കൊണ്ട് ഈ ലോകത്തോട് വിളിച്ചു പറയാൻ അള്ളാഹു ഒരു ജനതയെ നിയോഗിക്കുകയാണ് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ അനുഭവിക്കുന്ന വേദനകളും പ്രയാസങ്ങളും ഒക്കെയും അള്ളാഹുവിന്റെ പ്ലാനിന്റെ ഭാഗമാണ്, അള്ളാഹുവിന്റെ തീരുമാനത്തിന്റെ ഭാഗമായിക്കൊണ്ടാണ് ഇങ്ങനെയൊക്കെയും നടക്കുന്നത്. ഇനി ഒരു കാര്യം കൂടി പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ 3 സന്ദർഭങ്ങളിലായിക്കൊണ്ട് 3 വ്യത്യസ്തമായ വാക്കുകൾ ഈ തന്ത്രങ്ങളും കുതന്ത്രങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രയോഗിച്ചിട്ടുണ്ട്. അതിലൊന്ന് കൈദ് എന്നുള്ളതാണ്, രണ്ടാമത്തത് ഖിദാ എന്നുള്ളതാണ്, പിന്നൊന്ന് മക്ർ എന്നുള്ളതാണ്. 3 വാക്കുകളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെയുള്ള ഗൂഢതന്ത്രങ്ങളെ കുറിച്ച് സൂചിപ്പിക്കുവാൻ വേണ്ടി വിശുദ്ധ ഖുർആനിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഈ വാക്കുകൾക്കൊക്കെയും ചതി എന്നർത്ഥമുണ്ട്, തന്ത്രം എന്നർത്ഥമുണ്ട്, കൃത്രിമത്വം എന്നർത്ഥമുണ്ട്. ഇങ്ങനെയൊക്കെ അർത്ഥമുണ്ടെങ്കിലും അള്ളാഹു ഉപയോഗിക്കുന്ന പല സന്ദർഭങ്ങളിലും ഇതൊരു കുതന്ത്രമായിക്കൊണ്ടും തന്ത്രമായിക്കൊണ്ടും സ്ട്രാറ്റജി ആയിക്കൊണ്ടുമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിച്ചിട്ടുള്ളത്. ഈ തന്ത്രങ്ങളൊക്കെയും തന്നെ ഒരു കൂട്ടം ആളുകളെ ആക്രമിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുമ്പോൾ അത് 2 കൂട്ടം ആളുകളെ കുറിച്ച്, ഈ 3 വാക്കുകൾ തന്നെ 2 കൂട്ടം ആളുകളെ കുറിച്ചാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഒന്ന് വ്യക്തമായ നമ്മുടെ മുമ്പിലുള്ള നമ്മുടെ ശത്രുക്കളാണ്, അതൊരു കൂട്ടം ആളുകളാണ്. നമുക്കറിയാം നമ്മുടെ ശത്രുക്കൾ ആരാണ് എന്നുള്ളത്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അറിയാം നമ്മുടെ ശത്രുക്കൾ ആരാണ് എന്നുള്ളത് കൃത്യമാണ്. അവരെ കുറിച്ച് ഉപയോഗിക്കുന്ന സന്ദർഭത്തിലൊക്കെയും ഖൈദ് എന്നുള്ള വാക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ മക്ർ എന്ന വാക്കും ഖിദാ എന്നുള്ള വാക്കും, ഇത് രണ്ടും നമ്മുടെ സഹോദരന്മാരാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ സഹായികളാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നതാണ്, മുനാഫിക്കുകളെ കുറിച്ച് സൂചിപ്പിക്കുന്നതാണ്. വഖഫ് ബില്ല് എന്ന് പറയുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ ചിന്തിക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള അക്രമം നടന്നിട്ടുള്ള ഒരു ബില്ലിനെ കുറിച്ച് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അത് ബില്ലായി, അത് ആക്ടായി പാർലമെന്റിൽ പാസ്സായതിനു ശേഷം ഒരു കൂട്ടം ആളുകൾ പോയി അത് നടപ്പിലാക്കിയിട്ടുള്ള കിരാതനായ രാജാവിനെ പോയി കണ്ടു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ്. ഇത് അവരുടെ മുഖം മൂടി അയക്കുന്ന ഒരു സന്ദർഭമായിരുന്നു എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള മുനാഫിക്കുകളായിട്ടുള്ള ആളുകളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതാണ്, ഇന്നൽ മുനാഫിഖീന യുഖാദിഊന അല്ലാഹ വഹും ഖാദിഊഹും. എന്നാൽ അള്ളാഹുവാണ് യഥാർത്ഥത്തിൽ അവരെ വഞ്ചിക്കുന്നത്, അവരെ പറ്റിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ഈ മുനാഫിക്കുകളെ കുറിച്ച് അള്ളാഹുവിന്റെ പ്രവാചകർ പറഞ്ഞു വെച്ചിട്ടുണ്ട്, അവർ വിശ്വസിക്കുന്നത്, അവർ ആ ഒരു വിശ്വാസത്തിന്റെ ഉള്ളിൽ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുകയാണ്. ഞങ്ങളൊക്കെ മുസ്ലിങ്ങളാണല്ലോ എന്നുള്ള വിശ്വാസത്തിന്റെ മുകളിൽ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുക. അങ്ങനെ പരലോകത്തെത്തുന്നത് വരെയും അവരുടെ മനസ്സിന്റെ ഉള്ളിലുണ്ടാവുക, ഞങ്ങൾ എങ്ങനെയെങ്കിലും ഒക്കെ സ്വർഗത്തിലേക്ക് കടന്നു കളയും എന്നവർ വിചാരിക്കുന്നുണ്ടാകും. അങ്ങനെ പരലോകത്ത് വെച്ചുകൊണ്ട് അവർ പറയും, ഉൻദുറൂന നഖ്സബിസ് മിനൂരിക്കും, നിങ്ങളൊന്ന് മുന്നിൽ നടക്കൂ, ഞങ്ങൾ നിങ്ങളുടെ പിന്നാലെ നടക്കാം, കാരണം നിങ്ങളുടെ കയ്യിൽ വെളിച്ചമുണ്ട്. പരലോകത്ത് എത്തുമ്പോ ഒരു മുസ്ലിമിന്റെ വെളിച്ചമുണ്ടാകും. ആ മുസ്ലിമിന്റെ വെളിച്ചത്തിന്റെ തണലിൽ നടന്നു കളയാമെന്ന് വിചാരിക്കുന്ന മുനാഫിക്കിനോട് പിന്നോട്ട് പോവുക എന്ന് വിശ്വാസികൾ പറയും.
ഫൽതമിസൂ നൂറാ, നിന്റെ വെളിച്ചം നീ തന്നെ അന്വേഷിക്കുക. നിനക്കിനി അത് കത്തിക്കുവാൻ സാധിക്കുമോ എന്ന് നീ തന്നെ പിന്നോട്ട് പോയി ശ്രമിച്ചുകൊണ്ടിരിക്കുക എന്ന് ഈ മുനാഫിക്കുകളോട് മുസ്ലിങ്ങൾ പറയുന്ന ഒരു സന്ദർഭം വരും. ആ സന്ദർഭത്തിൽ പോലും അവർ വിചാരിക്കുന്നത് ഞങ്ങൾ എങ്ങനെയെങ്കിലും ഒക്കെ അങ്ങ് സ്വർഗത്തിലേക്ക് എത്തിച്ചേരുമെന്നാണ്. പക്ഷേ അള്ളാഹുവാണ് അവരെ വഞ്ചിച്ചു കൊണ്ടിരിക്കുന്നത്, ഈ ഒരു തരത്തിലുള്ള വിചാരങ്ങളിൽ അവരെ കുടുക്കി നിർത്തിക്കൊണ്ട്. ഗസയുടെ കൂടെ നിൽക്കാത്ത, ഫലസ്തീനിന്റെ കൂടെ നിൽക്കാത്ത, ഇന്ത്യൻ മുസ്ലിമിന്റെ കൂടെ നിൽക്കാത്ത, കശ്മീരികളുടെ കൂടെ നിൽക്കാത്ത ഓരോ മുസ്ലിം ഭരണാധികാരികളും ഓരോ മുസ്ലിം അധികാരികളും ഇത് ആലോചിക്കേണ്ടതുണ്ട്. എവിടെ വെച്ചുകൊണ്ടാണ് അവരുടെ മുഖംമൂടികൾ അഴിഞ്ഞു വീഴുന്നത് എന്നുള്ളത്, ആരുടെ കൂടെയാണ് നിങ്ങൾ കൈകോർക്കുന്നത് എന്നുള്ളത് വീണ്ടും വീണ്ടും പുനരാലോചിക്കേണ്ട സന്ദർഭമാണ്. ഈ മുനാഫിഖിയത്തിലാണ് നിങ്ങൾ പെട്ടുപോയിട്ടുള്ളത് എന്ന് ഒരിക്കൽ കൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. മറ്റൊരു സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വഖദ് മകറൂ മക്റഹും വഇൻദല്ലാഹി മക്റുഹും വഇൻ കാന മക്റുഹും ലിതസൂല മിൻഹുൽ ജിബാൽ. അവർ വിചാരിക്കും ഈ മലയൊക്കെ അങ്ങ് നീക്കിക്കളയാം, അതിന് മാത്രം ശക്തി, അതിന് മാത്രം തന്ത്രങ്ങൾ, ഗൂഢതന്ത്രങ്ങൾ ഞങ്ങളുടെ കയ്യിലുണ്ട് എന്നവർ വിചാരിച്ചു കളയും. പക്ഷേ അള്ളാഹു വിചാരിച്ചാലല്ലാതെ ആ ഒരു മലയെ നീക്കാൻ പോലും, അതിനെ തെരിമ്പ് പോലും നീക്കാൻ അവർക്ക് സാധിക്കുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു വെച്ച ഈസാ അലൈഹിസ്സലാമയുടെ വിഷയത്തിലേക്ക്. അവരുടെ മുന്നിൽ നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭമായിരുന്നു ഈസാ അലൈഹിസ്സലാമയെ കുരിശിലേറ്റുക എന്നുള്ളത്. ഒരു വലിയ കുരിശെടുത്ത് ഈസാ നബിയോട് അതുവേറ്റ് നടക്കാൻ പറഞ്ഞ് അദ്ദേഹത്തെ ആ മലമുകളിൽ എത്തിച്ചുകൊണ്ട് അതിന്റെ ആ ഒരു സന്ദർഭത്തിൽ അദ്ദേഹത്തെ കുരിശിൽ തറച്ച് അതിന്റെ മുകളിൽ കയറ്റി നിർത്തി അവിടെ വെച്ച് ഞങ്ങൾ അദ്ദേഹത്തെ കൊന്നുകളഞ്ഞു എന്ന് പറഞ്ഞിരുന്ന ആളുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വമാ ഖതലൂഹു വമാ സ്വലബൂഹു വലാകിൻ ശുബ്ബിഹ ലഹു. ഇത് റിയാലിറ്റിയാണ്. അവരുടെ മുന്നിൽ അവരുടെ കണ്ണുകൾ കൊണ്ട് കണ്ട സംഗതിയെ അള്ളാഹു പറയുകയാണ്, അത് നിങ്ങൾക്ക് എന്തോ സാദൃശ്യം തോന്നിപ്പിക്കുന്ന എന്തോ ഒരു സംഗതി മാത്രമായിരുന്നു. അതിനുശേഷം ആ മിഥ്യ പൊളിച്ചു കളയുന്ന സന്ദർഭങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ മുമ്പിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഗതികളും അള്ളാഹുവിന്റെ അതിന് പിന്നിലുള്ള തന്ത്രങ്ങളും പ്ലാനുകളും അള്ളാഹുവിന്റെ തീരുമാനങ്ങളും എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ തീരുമാനങ്ങളിൽ നിന്നും ഒരു കാരണവശാലും ഈ ലോകത്തിലുള്ള ഒരു എന്ത് പെർസ്പെക്റ്റീവ് ആയാലും ശരി, ഏതുവിധ പരിപ്രേക്ഷ്യങ്ങളാണെങ്കിലും ശരി, ഏത് തരത്തിലുള്ള നിർമ്മിത ബുദ്ധി കൊണ്ട് നിങ്ങൾ അക്സയെ കത്തിക്കാൻ വിചാരിച്ചു കഴിഞ്ഞാൽ അതേ തീയിനെ യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് നിങ്ങളുടെ കാടുകളിൽ തീ പിടിപ്പിക്കുന്നതായിരിക്കും അള്ളാഹുവിന്റെ പദ്ധതി എന്ന് പറയുന്നത്. ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത രീതിയിൽ ഇസ്രായേലിൽ ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലാണ്. സാമ്പത്തികമായ പ്രതിസന്ധിയിലാണ്, തീ കൊണ്ടുള്ള പ്രതിസന്ധിയിലാണ്, രാഷ്ട്രീയ പ്രതിസന്ധിയിലാണ്. ഈ ലോകം മുഴുവനായി ഒറ്റപ്പെടുന്ന ഒരു സന്ദർഭത്തിൽ വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ അതിന് വളരെ ദീർഘദൃഷ്ടിയായിട്ടുള്ള നമ്മുടെ വിശ്വാസപരമായ ഒരു അകക്കണ്ണുകൂടെ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ തന്ത്രങ്ങളെക്കുറിച്ച്, അള്ളാഹുവിന്റെ പദ്ധതിയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ മനസ്സിലാക്കുന്ന കാര്യങ്ങളെ വ്യക്തമായി മനസ്സിലാക്കുന്ന, അള്ളാഹുവിന്റെ തന്ത്രങ്ങളിൽ, അള്ളാഹുവിന്റെ പ്ലാനുകളിൽ, അള്ളാഹുവിന്റെ പദ്ധതികളിൽ വിശ്വസിക്കുന്നവരുടെ കൂട്ടത്തിൽ, അതിൽ ഉറച്ചു നിൽക്കാൻ കഴിയുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.